പോകുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പുതിയ അപ്ഡേഷൻ നമ്മുടെ യൂട്യൂബിൽ നമ്മൾ റീക്രിയേറ്റ് ചെയ്തിടുന്ന വീഡിയോകൾ ഷോർട്സുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ബാധിക്കും. നമ്മുടേതായ ഹ്യൂമൻ ടച്ച് അതിലില്ല എങ്കിൽ, അതായത് നമ്മുടേതായ കണ്ടൻറ്റുകൾ അതിലില്ല എങ്കിൽ അതൊന്നും മോണിറ്റൈസേഷനായിട്ടോ അല്ലെങ്കിൽ വാച്ച് അവേഴ്സിലോ വരുന്നതല്ല. അതിൻ്റെ ലോഗരിതത്തിലൊക്കെ നല്ല മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന നമ്മുടേതായ കണ്ടൻറ്റുകളല്ലാതെ വീഡിയോ ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതായത് റിയാക്ഷൻസ് വീഡിയോ, അതായത് നമ്മൾ റിയാക്ഷൻസ് വീഡിയോ എന്ന് പറയുമ്പോൾ വേറൊരാൾ ചെയ്ത വീഡിയോയിനെ നമ്മൾ എടുത്തിട്ട് ആ വീഡിയോക്ക് നമ്മൾ റിയാക്ട് ചെയ്യുന്ന വീഡിയോകളാണ്. പക്ഷെ നമ്മുടേതായ ഒരു ക്രിയേറ്റിവിറ്റി അതിലില്ല എങ്കിൽ, ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ ഒരു പോർഷൻ ഇപ്പോൾ വീഡിയോയുടെ ഒരു ഭാഗം ഇടും, അതിന് എഗൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കോമഡി ആയിട്ട് വേറെ ഏതെങ്കിലും സിനിമയുടെ ഭാഗം കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്ന വീഡിയോകൾക്ക് അതിലൊന്നും നമ്മുടേതായ ക്രിയേറ്റിവിറ്റികൾ വരുന്നില്ല എന്നുള്ളതാണ് യൂട്യൂബ് പുതിയ കണ്ടുപിടുത്തത്തിൽ കൊണ്ടുവരുന്നത്, പുതിയ നിയമത്തിലൊക്കെ കൊണ്ടുവരാൻ പോകുന്നത്. അതുപോലെ നമ്മൾ ഏതെങ്കിലും വീഡിയോകളിനെ കോപ്പി എടുത്തിട്ട് അതേപോലെ പേസ്റ്റ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ആളുകളുടെ ടെക്സ്റ്റ് എടുത്തിട്ട് ചെയ്തിട്ടിട്ട് നമ്മൾ ലൈവ് ഇങ്ങനെ വെറുതെ റണ്ണിങ്ങിലാക്കിയിടുക, അതിനെതിരൊക്കെ പുതിയ നിയമങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇടുന്നവരുടെ വാച്ച് അവേഴ്സ് ചിലപ്പോൾ മോണിറ്റൈസേഷനിൽ കിട്ടാൻ സാധ്യത ഇല്ല. ഇനി 15-ാം തീയതിക്ക് ശേഷമാണോ അതങ്ങനെ വരിക, അതോ 15-ാം തീയതിക്ക് മുന്നേ ചെയ്ത വീഡിയോകളിനെ അത് എഫക്റ്റ് ചെയ്യുമോ എന്നുള്ളത് അറിയില്ല. അതൊക്കെ ഒന്നും കൂടെ നമ്മൾ കൂടുതൽ അതിന് അറിയേണ്ടതായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ വെറുതെ നമ്മൾ കടങ്കഥകൾ മറ്റുള്ളവരുടെ ടെക്സ്റ്റുകളൊക്കെ എടുത്ത് കൊടുത്ത് നമ്മളിവിടെ ഇട്ട് നമ്മുടേതായ ഒരു ക്രിയേറ്റിവിറ്റി ഇല്ലാതെ സൈലൻ്റായിട്ട് ഇരുന്ന് അത് റണ്ണിങ്ങിലാക്കി ഇടുമ്പോൾ നമ്മുടേതായ ഒന്നും അതിലില്ല എങ്കിൽ അതൊക്കെ വാച്ച് അവേഴ്സിനെ ബാധിക്കും, മോണിറ്റൈസേഷനെ ബാധിക്കും എന്നുള്ള ഒരു ചെറിയ അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് പകലില്ലാതെ ഉറക്കമൊഴിച്ച് ഊണില്ലാതെ തൊണ്ട വറ്റിച്ച് ഊണും ഉറക്കവും ഇല്ലാതെ തൊണ്ട വറ്റിച്ച് വെള്ളം കുടിക്കാൻ പോലും സമയമില്ലാതെ കിടന്ന് തലകുത്തി മറിഞ്ഞ് വാച്ച് അവേഴ്സ് കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സുഹൃത്തുക്കളും, ഞാനും നിങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ തൊണ്ടയിലെ വെള്ളം വറ്റിച്ച് വെള്ളം കുടിക്കാൻ എനിക്ക് നേരമില്ലാതെ ഇരുന്നോടത്തിരുന്ന് തന്നെ വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ ഉറങ്ങി അങ്ങനെയൊക്കെ ഇരുന്ന് ആക്കുന്ന നമ്മളാണ്. ഇതെന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്? ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് മോണിറ്റൈസേഷൻ കിട്ടണം എന്നൊരു ലക്ഷ്യത്തോടെ തന്നെയാണ്. കൂടെ നമുക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവണം, ഇതൊക്കെ തന്നെയാണ് ലക്ഷ്യങ്ങൾ. പക്ഷേ സൗഹൃദങ്ങൾ ഉണ്ടാവും, പക്ഷെ മോണിറ്റൈസേഷൻ കിട്ടുമോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ വല്ലവിടുന്നും കിട്ടിയിട്ടുള്ള ഫോട്ടോസുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടേതായ ക്രിയേറ്റിവിറ്റികൾ അതിലില്ല എന്നുണ്ടെങ്കിലൊക്കെ എട്ടിൻ്റെ പണി വരാൻ പോകുന്നുണ്ട്. എല്ലാവരും സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. നമ്മുടേതായ ക്രിയേറ്റീവായിട്ടുള്ള നമ്മുടേതായ വീഡിയോകളിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അതായത് വേറൊരാളുടേത് കോപ്പിയല്ല എന്ന് നമ്മൾക്ക് ഉറപ്പുള്ള, നമ്മൾ ചെയ്തിട്ടുള്ള നമ്മളുടെ ക്യാമറയിൽ എടുത്തിട്ടുള്ള വീഡിയോകൾ കാര്യങ്ങൾ അതൊക്കെ നമ്മുടേത് തന്നെയാണ്, അതൊന്നും വേറെ ആളുടേതല്ല. അങ്ങനെയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നാളെ യാത്രയില്ല കേട്ടോ ജീവ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. പുതിയ പുതിയ ആൾക്കാരാണ് ഞങ്ങളും നിങ്ങളൊക്കെ, പുതിയ ആൾക്കാരാണ്, പുതിയ ചാനലുകാരാണ്, പിന്നെ എല്ലാവരും യൂട്യൂബിൻ്റെ എല്ലാ നിയമങ്ങളും അറിഞ്ഞിരിക്കുന്നവരല്ല. യൂട്യൂബിൻ്റെ നിയമങ്ങൾ നമ്മൾ കുറേ ആളുകൾ, ഒരു 90% ആളുകളും ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കും, അത് നിങ്ങൾ വേറൊരാളോട് പറയുമ്പോൾ വേറൊരു ലെവലിലാവും, അത് വേറൊരാളോട് പറയുമ്പോൾ വേറൊരു ലെവലിലാവും. ഇത് എന്താ പറയുക, കണ്ണുപൊട്ടന്മാർ ആനനെ കണ്ട് വന്ന കഥ പറഞ്ഞു എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവമാണ് നമ്മൾ പലപ്പോഴും യൂട്യൂബിൻ്റെ ഉപഭോക്താക്കളായിട്ടുള്ളത്. ഉപയോക്താക്കളാണ് എന്താ പറയുക, നമ്മൾ ഉപയോഗിക്കുന്നവർ. എത്തിയ വീട്ടിലെത്തിയ വിധ. അപ്പോൾ അങ്ങനെയുള്ള യൂട്യൂബ് യൂസ് ചെയ്യുന്ന ആളുകളോട് എല്ലാവരോടും കൂടെ എനിക്ക് പറയാനുള്ളതാണ്, നമ്മളുടേതായ ക്രിയേറ്റീവായ എന്ത് ടൈപ്പ് വീഡിയോസ് ആണെങ്കിലും അത് നമ്മുടെ ഓൺ വീഡിയോസുകളാക്കി മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ
നമ്മുടേതായ ഓൺ വീഡിയോകളിൽ കാര്യങ്ങൾ ആക്കി മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനോ ആർക്കെങ്കിലും അറിയിക്കാനൊക്കെ ഉണ്ടെങ്കിൽ